ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ നാം അറിഞ്ഞ് അതിൽ UDF വളരെ വളരെ വലിയ രീതിയിലുള്ള വൻ ഭൂരിപക്ഷത്തോടുള്ള ഒരു വിജയമാണ് UDF നേടിയിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ വലിയ രീതിയിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു എന്നുള്ളത്. കഴിഞ്ഞ 5 വർഷം LDF വളരെ നല്ല രീതിയിൽ ഭരിക്കാൻ ശ്രമിച്ചു. നല്ല രീതിയിലുള്ള മന്ത്രിമാരടങ്ങുന്ന ഒരു മന്ത്രിസഭ ഉണ്ടായിരുന്നു. ജനങ്ങൾക്കൊരു സപ്പോർട്ടാണെന്ന് ജനങ്ങൾക്ക് തോന്നി. അതിൻ്റെ പേരിൽ രണ്ടാമതും ജനങ്ങൾ ഈ LDFന് അധികാരം കൊടുത്തു. അവർ വീണ്ടും 5 വർഷം ഭരിച്ചു. പക്ഷേ 5 വർഷത്തെ ഭരണത്തിൽ ഒരുപാട് അഴിമതികളും ഒരുപാട് ആരോപണങ്ങളും ഈ ഗവൺമെൻറ് ഏറ്റുവാങ്ങേണ്ടി വന്നു. സ്വർണ്ണക്കള്ള കേസ്, ലൈഫ് മിഷൻ കേസ്, അതോടൊപ്പം വീണ വിജയനുമായി ബന്ധപ്പെട്ട് ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് കേസ്, കേരള യാത്ര, അതിലൊരു യൂത്ത് കോൺഗ്രസിൻ്റെ തല ഹെൽമെറ്റ് കൊണ്ടും ചെരിച്ചിട്ട് കൊണ്ടും അടിച്ചിട്ട് നമ്മളിവിടുത്തെ മുഖ്യമന്ത്രി അതിനൊരു രക്ഷാപ്രവർത്തനമെന്ന് പറഞ്ഞു. 2 നിലയുള്ള ക്ലിഫ് ഹൗസിൽ ലക്ഷങ്ങൾ മുടക്കിയുള്ള ലിഫ്റ്റ് പണിതു. അതോടൊപ്പം പശുക്കൾക്ക് കിടക്കാൻ ലക്ഷങ്ങൾ ചെലവ് ചെയ്ത് തൊഴുത്തുകൾ പണിതു. സ്വിമ്മിംഗ് പൂളുകൾ ലക്ഷങ്ങൾ ചെലവ് ചെയ്ത് സ്വിമ്മിംഗ് പൂളുകൾ പണിതു. അതോടൊപ്പം അയ്യപ്പ സംഗമം, പയ്യന്നൂരുള്ള രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് കേസ്, അതോടൊപ്പം നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ ആരാധന സ്ഥലമായ ശബരിമലയിൽ കയറി സ്വർണ്ണ കൊള്ളക്കേസ്, അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ ഈ ഗവൺമെൻറ്റിനെതിരെ ഉണ്ടായിരുന്നു. 40 വണ്ടിയുടെ അകമ്പടിയോടെ പോകുന്ന മുഖ്യമന്ത്രി, ഇവിടെ ഏറ്റവും നല്ല ചികിത്സ കിട്ടുന്ന ഒരു സ്ഥലമാണ് കേരളമെന്നും കേരളമാണ് ആരോഗ്യ മേഖലയിൽ നമ്പർ 1 എന്നും പറഞ്ഞുകൊണ്ടിരുന്നു മുഖ്യമന്ത്രി തന്നെ അമേരിക്കയിലേക്ക് പോകുന്നതും. അപ്പോൾ ഇതെല്ലാം ജനങ്ങളെ മനസ്സിലുണ്ടാക്കിയിരുന്ന ഒരു വേദന, ഒരു വിഷമം, അതാണ് കേരളത്തിലെ ജനങ്ങൾ ഒരു വോട്ടുകൊണ്ട് അവർക്ക് കിട്ടാവുന്ന പ്രതികരിക്കാൻ കഴിയുന്ന ആ ഒരു വോട്ടുകൊണ്ട് ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് UDFന് അധികാരത്തിലേറ്റാൻ വേണ്ടി ശ്രമിച്ചത്. അതോടൊപ്പം ഈ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഒരുപാട് അണികൾ ഈ പ്രസ്ഥാനം ഇനിയും നിലനിൽക്കാൻ വേണ്ടിയിട്ട് ആ അണികൾ പോലും UDFന് വോട്ടുകൾ നൽകിയെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ചോദ്യം ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾക്ക് ചോദ്യം ചെയ്യാതിരുന്നതിൻ്റെ, ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയങ്ങൾക്ക് ചോദ്യം ചെയ്യപ്പെടാത്തതിൻ്റെ കാരണത്താൽ മാത്രമാണ് ഇന്ന് ഈ ഒരു അവസ്ഥ ഈ ഒരു കമ്മ്യൂണിസം പ്രസ്ഥാനത്തിന് ഉണ്ടാവാൻ പ്രധാന കാരണം ജനങ്ങളോട് ഒരു രീതിയിലുമുള്ള ഒരു നല്ല രീതിയിൽ പെരുമാറാൻ പലപ്പോഴും ഇവിടെ ഭരിച്ചിരുന്ന ഈ ഒരു പാർട്ടിയുടെ ഉന്നത നേതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ വാസ്തവമായിട്ടുള്ള കാര്യമാണ്. അവസാനം തന്നെ പറഞ്ഞത് വീട്ടിൽ പോയി ചോദിക്കട. തെരഞ്ഞെടുപ്പ് സമയത്ത് അവസാന ഘട്ടത്തിൽ ഒരു വാക്കാണ് വീട്ടിൽ പോയി ചോദിക്കട. ഇതെല്ലാം ഞാൻ പറഞ്ഞ പോലെ ജനങ്ങളെ മനസ്സിൽ വല്ലാത്ത രീതിയിലുള്ള വേദന ഉണ്ടാക്കുന്നത് ആ ജനങ്ങൾ തന്നെ ആ വേദനകൾക്കുള്ള മറുപടിയായിട്ടാണ് ഈ വളരെ വൻ തോൽവി അടങ്ങുന്ന ഒരു ഫലം കൊടുക്കാൻ കാരണം. അപ്പോൾ ഇപ്പോൾ വളരെ ഭൂരിപക്ഷത്തോടെ